ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ആഗോലി ഫിഷ് വറുക്കാനായിട്ട് പോവുകയാണ്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആഗോലി ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചെറിയ മീനുകളൊക്കെയാണ് വറുക്കാനായിട്ട് ബെസ്റ്റ്. മത്തിയോ കൊഴുവയോ അങ്ങനത്തെ ചെറിയ മീൻ മുള്ളോടെ കഴിക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കേണ്ടത്. എന്നാൽ ആഗോലി, കറുത്ത ആഗോലി ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്യുമോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇന്നത്തെ ആഗോലി ഫ്രൈക്കായിട്ട് നമ്മളിവിടെ 300 ഗ്രാം ആഗോലിയാണ് എടുത്തിരിക്കുന്നത്. 6 പീസ് ഉണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയ 6 പീസ് ആഗോലി. ഇനി അരപ്പ് റെഡിയാക്കാൻ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി കഷ്ണം, 1 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിലാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ വറുക്കുന്ന ഏത് ഓയിലാണോ ആ ഓയിൽ തന്നെയാണ് ഒഴിക്കേണ്ടത്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങ നീരും ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാല ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് മിനിമം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെക്കുക. 2-3 മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് കടായിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടുകയാണ്. മീൻ അടിയിൽ പറ്റി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കറിവേപ്പില ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഹൈ ഫ്ലെയിമോ ലോ ഫ്ലെയിമോ പറ്റുകയില്ല. ഒരു സൈഡ് ശരിയാകുമ്പം നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില വിതറുകയാണെങ്കിൽ ആ സൈഡും കൂടെ നമുക്ക് കരിഞ്ഞു പോകാതെ കിട്ടും. എല്ലാ കഷ്ണങ്ങളും ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്, ഒരു സൈഡ് 5 മിനിറ്റ്, മറ്റേ സൈഡ് 5 മിനിറ്റ്, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ റെഡി ആവുന്നതാണ്. ഇതിപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ടില്ല, ഒന്ന് വെന്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുള്ള ആഗോലി ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.